ഹായ് ഓൾ, വെൽക്കം ടു കോമ്പറ്റീവ് ക്രാക്കർ. എൻ്റെ പേര് നിഷ സുധീർ. ഞാൻ ഇന്ന് എടുക്കുന്നത് HSSD കമ്പ്യൂട്ടർ സയൻസിലെ മൊഡ്യൂൾ 4 ടോപ്പിക് ഡാറ്റ സ്ട്രക്ചറിലെ ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്നത്തെ ടോപ്പിക്കിൽ നമ്മൾ നോർമലി ചോദിക്കാൻ ചാൻസസ് ഉള്ള കുറേ ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ എക്സാമിൽ ചോദിക്കാൻ ചാൻസസ് ഉള്ള അതുപോലെ തന്നെ പ്രീവിയസ് ഇയേഴ്സിലൊക്കെ നോർമലി ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, first question, the post order traversal of the above graph gives PQ plus RS star minus. Then the label of the nodes 1, 2, 3, 4, 5, 6, 7 will be. ഇതാണ് നമ്മളുടെ ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഇതിൽ 1, 2, 3, 4, 5, 6, 7 ഏതൊക്കെ ഏതൊക്കെ നോട്ട് വാല്യൂസ് ആണ് വരിക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ എ മൈനസ് പ്ലസ് സ്റ്റാർ PQRS, അതായത് ഈ ഓർഡറിൽ ഇതെല്ലാമാണ് വരുന്നതെന്നാണ് പറയുന്നത്. ബി P പ്ലസ് Q മൈനസ് R സ്റ്റാർ S. സി PQRS പ്ലസ് സ്റ്റാർ. ഡി പ്ലസ് PQ മൈനസ് സ്റ്റാർ RS. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നമ്മളിത് എങ്ങനെയാണ് ഏത് ഓപ്ഷനാണ് വരുന്നതെന്ന് നമുക്കൊന്ന് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളുടെ ക്വസ്റ്റ്യൻ വരുന്നത് ഇങ്ങനെയാണ്. നമുക്ക് തന്നിട്ടുള്ളത് ഈ ഒരു എക്സ്പ്രഷൻ ആണ്. ഇത് കിട്ടിയിരിക്കുന്നത് പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ വഴിയാണ് കിട്ടുന്നത്. അപ്പോൾ പോസ്റ്റ് ഓർഡർ ട്രാവേഴ്സൽ എങ്ങനെയാണ്? ലെഫ്റ്റ് ട്രീ ട്രാവേഴ്സ് ചെയ്യുക, ദെൻ റൈറ്റ് ട്രീ ട്രാവേഴ്സ് ചെയ്യുക, ദെൻ നോഡ്. ഈ ഒരു രീതിയിലാണ് നമുക്ക് ട്രാവേഴ്സിൽ വരാം. ഇങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ നോഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലാസ്റ്റത്തെ റൂട്ട് ആയിരിക്കും. അപ്പോൾ റൂട്ട് എപ്പോഴും വരാം എന്തായിരിക്കും? അത് ലാസ്റ്റത്തെ വാല്യൂ തന്നെയായിരിക്കും മൈനസ്, അതായത് റൂട്ട് ലാസ്റ്റ് തന്നെയായിരിക്കും വരാം. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ നിന്ന് തന്നെ നമുക്ക് മൈനസ് ആണെന്നുള്ളത്, റൂട്ടിൽ എപ്പോഴും മൈനസ് ആണ് വരുന്നതെന്ന് മനസ്സിലാവും. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എക്സ്പ്രഷൻ ട്രീ, ഇതൊരു എക്സ്പ്രഷൻ ആണ്, മാത്തമാറ്റിക്കൽ എക്സ്പ്രഷൻ ആണ്. എക്സ്പ്രഷൻ ട്രീയിൽ നോർമലി എപ്പോഴും സെന്റർ നോഡിലേക്ക് വരാം ഏതെങ്കിലും എക്സ്പ്രഷൻ. ഇപ്പോൾ സ്റ്റാർ ആണെങ്കിൽ സ്റ്റാർ ആയിരിക്കും എന്തായിരിക്കും നോഡിൽ വരാം. ദെൻ ഓപ്പറാൻസ് ആയിരിക്കും, ഓപ്പറേറ്റർ എപ്പോഴും നോഡിലായിരിക്കും വരാം. ഓപ്പറാൻസ് എപ്പോഴും അതിൻ്റെ ചൈൽഡുകളായിട്ടായിരിക്കും വരാം. അപ്പം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് വെച്ചിട്ട് ഈസി ആയിട്ട് നമുക്ക് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം മൈനസ് വരും. നെക്സ്റ്റ്, അതായത് റൈറ്റ് ട്രീ കംപ്ലീറ്റ് ചെയ്താലാണ് നോഡിലേക്ക് എത്തത്തുള്ളൂ. അപ്പോൾ ഓൾറെഡി നമുക്ക് റൂട്ട് മൈനസ് ആണെന്നുള്ളത് കിട്ടി. അങ്ങനെയാണെങ്കിൽ ലാസ്റ്റത്തെ റൈറ്റ് ഏതായിരിക്കും? അതിന് തൊട്ട് മുമ്പുള്ള ഓപ്പറേറ്റർ തന്നെയായിരിക്കും, സ്റ്റാർ തന്നെയായിരിക്കും. ഇനി എക്സ്പ്രഷൻ ട്രീ വഴി നമുക്കറിയാം ഒരു ഓപ്പറേറ്റർ വന്നിട്ടുണ്ടെങ്കിൽ അതിൽ മുൻപത്തെ എന്തായിരിക്കും? വാല്യൂസ് രണ്ടും ഓപ്പറാൻസ് തന്നെയായിരിക്കും. അപ്പോൾ സ്റ്റാർ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഓപ്പറാൻസ് ഏതൊക്കെയായിരിക്കും? ആറും എസ് ആയിരിക്കും. ഒബ്വിയസ്ലി നമുക്കറിയാൻ പറ്റും ആറും എസും. ആറ് പറഞ്ഞത് ലെഫ്റ്റ് കഴിഞ്ഞിട്ടാണ് റൈറ്റ് വരത്തുള്ളൂ. അപ്പോൾ ലെഫ്റ്റ് റൈറ്റ്. ഇനി അതേപോലെ തന്നെ അപ്പോൾ റൈറ്റ് സബ് ട്രീ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നോഡിന് നെക്സ്റ്റ് പറഞ്ഞത് പ്ലസ് ആണ്. അപ്പോൾ നമുക്കറിയാം ലെഫ്റ്റ് പോർഷൻ ആണെന്നുള്ളത് അറിയാം. അത് ഓപ്പറേറ്റർ വന്നിട്ട് എന്തുണ്ടെങ്കിൽ എന്തായിരിക്കും? അത് നോഡ് തന്നെയായിരിക്കും എന്നുള്ളതാണ്. ഇനി നെക്സ്റ്റ് പറഞ്ഞതിന് മുമ്പ് പറഞ്ഞ രണ്ടും ഓപ്പറാൻസ് തന്നെയായിരിക്കും. അപ്പോൾ P ആൻഡ് Q ആയിരിക്കും വരാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മളുടെ ട്രീ വരാം. അങ്ങനെയാണെങ്കിൽ 1, 2, 3 ലൊക്കേഷൻസിലൊക്കെ എങ്ങനെയായിരിക്കും വരാം? മൈനസ് പ്ലസ് സ്റ്റാർ, ദെൻ 4 PQRS ഇങ്ങനെയായിരിക്കും വരാം. അപ്പോൾ നമ്മളുടെ എക്സ്പ്രഷൻ എങ്ങനെ വരും? മൈനസ് പ്ലസ് സ്റ്റാർ PQRS. ഓപ്ഷൻ എ ആണ് കറക്റ്റായിട്ട് വരണത്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദ ഔട്ട്പുട്ട് ഓഫ് ദ ഫോളോവിങ് പ്രീഫിക്സ് എക്സ്പ്രഷൻ. ഇപ്പോൾ പ്രീഫിക്സ് എക്സ്പ്രഷൻ്റെ ഔട്ട്പുട്ട് കാണാനാണ് പറയുന്നത്. എക്സ്പ്രഷൻ തന്നിരിക്കുന്നത് സ്റ്റാർ പ്ലസ് 2 മൈനസ് 2 1 ഡിവിഷൻ -4 2 പ്ലസ് -5 3 1 ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. നമുക്ക് ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ഓപ്ഷൻ എ 2, ഓപ്ഷൻ ബി 12, ഓപ്ഷൻ സി 10, ഓപ്ഷൻ ഡി 4 ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എങ്ങനെയാണ്? ഇതിനകത്ത് പ്രീഫിക്സ് എക്സ്പ്രഷൻ ആണ് തന്നിരിക്കുന്നത്, അതായത് നമ്മുടെ ഓപ്പറേറ്റർ ആദ്യം അതിനുശേഷമാണ് ഓപ്പറാൻസ് വരാം. അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം, അതായത് ഒരു ഓപ്പറേറ്ററിന് ശേഷം രണ്ട് ഓപ്പറാൻഡ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ അതാണ് റീപ്ലേസ് ചെയ്യുക. നോക്കുക, ഇവിടെ 2 ഓപ്പറാൻഡ് വന്നിട്ടുണ്ട്. 2 ഓപ്പറാൻഡ്സിന് മുമ്പ് ഒരു ഓപ്പറേറ്റർ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം തന്നെ ആ ഓപ്പറേറ്ററിനെ റീപ്ലേസ് ചെയ്യുക. ഈ രീതിയിൽ ചെയ്ത് നോക്കുക. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും വരാം? ഇത് ആദ്യമേ തന്നെ നമുക്ക് 5 3ക്ക് മുൻപ് മൈനസ് വന്നിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? 5 മൈനസ് അപ്പോൾ തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അതിനുശേഷമാണ് എന്ത് വരുന്നത്? അപ്പോൾ ബാക്കി എക്സ്പ്രഷൻ എങ്ങനെ വരും? അതേപോലെ തന്നെ ഈ 2 ഓപ്പറാൻഡിന് മുൻപും മൈനസ് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ
4 - 2 നമുക്ക് അവിടെ വെച്ചിട്ട് തന്നെ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഇനി അതേപോലെ തന്നെ ഈ 2-നും 1-നും മുൻപ് തന്നെ മൈനസ് വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ 2 - 1 അവിടെ എഗെയിൻ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇനി അതേപോലെ തന്നെ പ്ലസ് ബാക്കിയുള്ളത് അതുപോലെ എഴുതാം. 2 സ്റ്റാർ പിന്നെന്താ വരാ മൈനസ് ഇത് അപ്ലൈ ചെയ്തു. ഈ രീതിയിൽ കൊടുക്കാൻ പറ്റും. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ഓൾറെഡി നമ്മൾ അപ്ലൈ ചെയ്തതാണ് ഇത്, പിന്നെ ഇത്, പിന്നെ ഇത്, ഇത്രയും നമ്മൾ ചെയ്തിട്ടുണ്ട്, ഓൾറെഡി ചെയ്തതാണ്. ഇനി എന്താ ചെയ്യുന്നത്? ഇത് രണ്ടും ഓപ്പറാൻഡ് ആണെങ്കിൽ എങ്ങനെയായിരിക്കും? നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കായിട്ട് ഇതിൻ്റെ മുമ്പുള്ള എന്തായിരിക്കും? ഓപ്പറേറ്ററിനെ പ്ലേസ് ചെയ്യാം. അതായത് 2ഉം ഇതൊരു ഓപ്പറാൻഡായിട്ട് എടുക്കുകയാണെങ്കിൽ 2ഉം എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലേക്ക് എന്ത് വരും? അതിൻ്റെ ഓപ്പറേറ്ററിനെ നമുക്ക് പ്ലേസ് ചെയ്യാം. അതേപോലെ തന്നെ എന്തായിരിക്കും? ഇതും ഓപ്പറാൻഡായിട്ട് എടുക്കുകയാണെങ്കിൽ ഈ പ്ലസ് എന്തിലേക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും? 2 ഓപ്പറാൻഡ്സിൻ്റെ ഇടയ്ക്കായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതുപോലെ അപ്ലൈ ചെയ്യുമ്പോൾ വരുന്നത് ഇതുപോലെ ആയിരിക്കും. നോക്കാം, ഇങ്ങനെയായിരിക്കും. 2 - ഇവിടെ നോക്കുക, 2-നും 1-നും ഇടയ്ക്ക് എന്ത് വന്നു? മൈനസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ 4-നും 1-നും ഇടയ്ക്ക് എന്ത് വന്നിട്ടുണ്ട്? മൈനസ് വന്നിട്ടുണ്ട്. അതേപോലെ 5-നും 3-ക്കും ഇടയ്ക്ക് എന്ത് വന്നിട്ടുണ്ട്? മൈനസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇങ്ങനെ അപ്ലൈ ചെയ്തതിന് ശേഷം ഈ പ്ലസ് എന്തിലേക്ക് വന്നു? ഇതിൻ്റെ ഇടയ്ക്കായിട്ട് വന്നു. ഓക്കെ, ഇനി അതേപോലെ തന്നെ എന്താ വരുന്നത്? ഇതിലേക്ക് അപ്ലൈ ചെയ്തിട്ടുണ്ട് ഇത്. ഓക്കെ, ഇനി നെക്സ്റ്റ് എന്താ? ഇത് ഫുൾ ഓപ്പറാൻഡായി മാറി. ഇത് ഓപ്പറാൻഡ് ആണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും? ഇതിൻ്റെ ഇടയ്ക്കായിരിക്കും പ്ലസ് വരും. അപ്പോൾ നോക്കുക, ഇത് പ്ലസ് വരും. ഇനി നെക്സ്റ്റ് ഇത് ഫുള്ളായിട്ട് എലമെൻ്റ് ആയിട്ട് നമ്മൾ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഇടയ്ക്കായിട്ടായിരിക്കും സ്റ്റാർ ഓപ്പറേറ്റർ വരിക. അപ്പോൾ ഈ രീതിയിൽ വരുമ്പോൾ നമുക്ക് ആൻസർ കിട്ടുക എന്തായിരിക്കും? 2 ആണ് നമുക്ക് ആൻസർ ആയിട്ട് വരാം. ഓക്കെ, next question. In the balanced binary tree in the below figure, how many nodes will become unbalanced when a node is inserted at the side of the node G? അപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ളത് ഒരു ബാലൻസ്ഡ് ട്രീ ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ബാലൻസ്ഡ് ട്രീയിലേക്ക് നമ്മുടെ ജിയുടെ ചൈൽഡായിട്ട് ഒരു നോഡിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ബാലൻസ് എങ്ങനെ വരും? എത്ര നോഡിൻ്റെ ബാലൻസ് ഫാക്ടർ വയലേറ്റ് ആകും എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അതായത് ഹൗ മെനി നോഡ്സ് ബിക്കം അൺബാലൻസ്ഡ്, എത്ര നോഡ്സ് അൺബാലൻസ്ഡ് ആവും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ A 1, ഓപ്ഷൻ B 3, ഓപ്ഷൻ C 7, ഓപ്ഷൻ D 8 ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ നമുക്കിതൊന്ന് ചെയ്ത് നോക്കാം. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ബാലൻസ് ഫാക്ടർ എങ്ങനെയായിരിക്കും കണ്ടുപിടിക്കുക? ദ ലെവൽ ഓഫ് ലെഫ്റ്റ് മൈനസ് ദ ലെവൽ ഓഫ് റൈറ്റ് സബ് ട്രീ. അപ്പോൾ ഈ കേസിൽ നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ലെവൽ എത്രയാണ് വരാ? ലെഫ്റ്റിൽ എങ്ങനെയായിരിക്കും വരാ? 3 - 2 അല്ലേ? 3 - 2 ഇവിടെ എന്ത് വരും? ഈ നോഡിൻ്റെ എന്ത് വരും? 1 - 0. അപ്പോൾ എന്ത് വരും? ഇവിടെ 1 ആണ്, ഇവിടെ 1 ആണ്. ഇനി ബിക്ക് എന്ത് വരും? 2 - 1. അപ്പോൾ എന്ത് വരും? 1. ഇനി ഇവിടെ എന്ത് വരും? 0. 0 - 0 0. ഇനി 1 - 0 1. ഇങ്ങനെയായിരിക്കും വരാം. ഇവിടെ എന്ത് വരും? 0 വരും. ഇങ്ങനെയാണ് ഓൾറെഡി ഇരിക്കുന്ന ബാലൻസ് ഫാക്ടർ. നമുക്ക് ബാലൻസ് ഫാക്ടേഴ്സ് എന്തൊക്കെ വരാം? 1 0 -1. ഇതാണ് നമ്മളുടെ ബാലൻസ് ഫാക്ടേഴ്സ് വരുന്നത്. ഇനി ജിയുടെ ലെഫ്റ്റോ റൈറ്റോ ആയിട്ട് നമുക്കൊരു നോഡിന് ഒന്നല്ലെങ്കിൽ ലെഫ്റ്റ് വരാം, അല്ലെങ്കിൽ റൈറ്റ് ആയിട്ട് നമുക്ക് നോഡിനെ ക്രിയേറ്റ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ബാലൻസ് ഫാക്ടർ എങ്ങനെ വരും എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ജിയുടെ റൈറ്റ് ചൈൽഡായിട്ട് നമുക്കൊരു പുതിയ നോഡിനെ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ പി എന്നുള്ള നോഡിനെ ക്രിയേറ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ബാലൻസ് ഫാക്ടർ എന്ത് വരും? 1 2 3 4. 4 - 2 4 - 2 അല്ലേ? 1 2 3 4. അതായത് ലെവൽ എന്ത് വന്നു? 4 ഇവിടെ എന്തോ 2 വന്നു. അപ്പോൾ ഇവിടെ എന്ത് വന്നു? 2 വന്നു. ഇവിടെ എന്ത് വന്നു? 3 - 1 2. ഇവിടെ എന്ത് വന്നു? 2 - 0 2. ഇനി ഇവിടെ എന്ത് വന്നു? 0. ഇവിടെ 0. ഇവിടെ എന്ത് വന്നു? 1 അല്ലേ? അപ്പോൾ ഇതിനകത്ത് 2 വന്നിട്ടുണ്ട്, 2 വന്നു. ഇപ്പോൾ ഈ കേസിൽ 2 വന്നിട്ടുണ്ട്. ഇവിടെയും 2 വന്നു, ഇവിടെയും 2 വന്നു അല്ലേ? അപ്പോൾ എത്ര? ബാക്കി എല്ലാത്തിനും എന്താണ്? ഇവിടെ -1 ആണ്. 0 - 1 -1 ആണ്. ഇവിടെ -1 0 0 1. അപ്പോൾ ഈ നോഡിനെല്ലാം ബാലൻസ് ഫാക്ടേഴ്സ് നമുക്ക് പറഞ്ഞിട്ടുള്ള ബാലൻസ് ഫാക്ടേഴ്സ് ആണ്. പക്ഷെ 0 1 -1 അല്ലാതെ 2 നമുക്ക് വന്നിട്ടുണ്ട്. എത്ര നോഡിന് വന്നു? 3 നോഡിന് 2 വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 3 നോഡ് എന്തായി മാറി? അൺബാലൻസ്ഡ് ആയി മാറി. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ഓപ്ഷൻ ഏതായിരിക്കും വരിക? 3 ആണ് കറക്റ്റ് ആൻസർ. 3 നോഡ് അൺബാലൻസ്ഡ് ആയി മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ എ ബൈനറി ട്രീ ഈസ് ജനറേറ്റഡ് ബൈ ഇൻസേർട്ടിംഗ് ദ ഫോളോവിങ് ഇൻറ്റിജേഴ്സ് ഇൻ ഓർഡർ ഇൻ
order 50, 15, 62, 5, 20, 58, 91, 3, 8, 37, 60, 24. The number of nodes in the left subtree and right subtree of the root respectively. അപ്പോൾ ഇതാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ തന്നിരിക്കുന്നത് ഓപ്ഷൻ എ 4, 7, ബി 7, 4, സി 8, 3, ഡി 3, 8 ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ബൈനറി സെർച്ച് ട്രീ എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത് ക്രിയേറ്റ് ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നമുക്കിതിൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഇതിനെ ക്രിയേറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഫസ്റ്റ് നമുക്ക് വാല്യൂ പറഞ്ഞത് 50 ആണ്. നെക്സ്റ്റ് നമുക്ക് പറഞ്ഞത് 15 ആണ്. അപ്പോൾ 50യേക്കാളും ചെറുതാണ്. അപ്പോൾ നമുക്ക് എന്തായിരിക്കും 15 ഇവിടെ ജനറേറ്റ് ചെയ്തു. നെക്സ്റ്റ് വന്നിരിക്കുന്നത് 62 വിച്ച് ഈസ് ഗ്രേറ്റർ ദാൻ 50. അപ്പോൾ സോ വി ആർ ക്രിയേറ്റിംഗ് അറ്റ് ദ റൈറ്റ് സൈഡ്. നെക്സ്റ്റ് 5 ആണ് നോഡ് പറഞ്ഞത്. അപ്പോൾ 5 വിച്ച് ഈസ് ലെസ് ദാൻ 50 വിച്ച് ഈസ് അഗെയിൻ ലെസ് ദാൻ 15. അപ്പോൾ എങ്ങനെ വരും 5 ഇവിടെ ക്രിയേറ്റ് ചെയ്യും. നെക്സ്റ്റ് 20 which is less than 50 which is greater than 15. So 20 is inserted here. ഇനി നെക്സ്റ്റ് 58 which is greater than 50. ഇനി ഇങ്ങോട്ടേക്ക് വരുമ്പോൾ 60യേക്കാളും ലെസ് ആണ് which is less than 60. So 58 is created here. ഇനി നെക്സ്റ്റ് 91 is greater than 50. So it comes here. 91 is greater than 60. അപ്പോൾ ഗ്രേറ്റർ ആയിട്ടുള്ളത് കൊണ്ട് 91 ഇവിടെ ക്രിയേറ്റ് ചെയ്യും. നെക്സ്റ്റ് 3 is less than 50. So comes here which is less than 15. So comes here. ഇനി it is less than 5. അപ്പോൾ എവിടെ വരും 5ൻ്റെ ലെഫ്റ്റ് പാർട്ടിൽ വരും. നെക്സ്റ്റ് 8 is less than 50. So comes here. 8 is less than 15. അപ്പോൾ again comes here. 5നേക്കാളും ഗ്രേറ്റർ ആണ് which is greater than 5. So it is create here. ഇനി നെക്സ്റ്റ് 37 is less than 50. So comes here. ഇനി 15നേക്കാളും ഗ്രേറ്റർ ആണ്. അപ്പോൾ 20നേക്കാളും ഗ്രേറ്റർ ആണ്. അപ്പോൾ 37 ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ദെൻ 60 is greater than 60. ഇത് 62 ആണ്. ഓക്കെ നെക്സ്റ്റ് 60 is greater than 50. അപ്പോൾ ഇവിടെ വരും. ഇനി 62നേക്കാളും ലെസ്സർ ആണ്. അപ്പോൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകും. 58നേക്കാളും ഗ്രേറ്റർ ആണ്. അപ്പോൾ ഇവിടെ എന്ത് വരും 60. ഓക്കെ ഇനി 24 ഈസ് ലെസ് ദാൻ 50. അപ്പോൾ 15ൻ്റെ അവിടെ വരും. 15നേക്കാളും ഗ്രേറ്റർ ആണ്. അപ്പോൾ 20യുടെ അവിടെ പോയി. 20നേക്കാൾ ഇനി ഇതിൻ്റെ എന്തായിരിക്കും 20യേക്കാളും ഗ്രേറ്റർ ആണ്. അപ്പോൾ 37ലേക്ക് പോയി. 37നേക്കാൾ ലെസ് ആണ് 24. അപ്പോൾ 37ൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വന്നു. ഇനി ഇതിൻ്റെ ലെഫ്റ്റ് സബ് ട്രീ ഈ ട്രീയുടെ ഫുൾ ട്രീ നോക്കുകയാണെങ്കിൽ അതിൻ്റെ ലെഫ്റ്റ് സബ് ട്രീയിൽ എത്ര നോട്ട്സ് ഉണ്ട്, അതുപോലെ റൈറ്റ് സബ് ട്രീ ആയിട്ട് എത്ര നോട്ട്സ് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഈ കേസിൽ എത്ര വന്നിട്ടുണ്ട്, എത്ര നോട്ട്സ് ആണ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്, ഇതിലെത്ര വന്നിട്ടുണ്ട് 1 2 3 4 5 6 7 നോട്ട്സ്. 7 റൈറ്റ് സൈഡിലും 4 നോട്ട്സ്, ലെഫ്റ്റ് സൈഡിൽ 7ഉം റൈറ്റ് സൈഡിൽ 4 നോട്ട്സും ആണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റായിട്ട് വരിക. അപ്പോൾ നെക്സ്റ്റ് ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് നോർമലി നമ്മളുടെ എക്സാമിന് ചോദിക്കാനുള്ള ചാൻസസ് ഉള്ളത്. അതുപോലെ തന്നെ ഇതുപോലെ തന്നെ വീഡിയോസും അതുപോലെ തന്നെ ഇതുപോലത്തെ ക്ലാസ്സസ് എല്ലാം നമ്മളുടെ പുതിയ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, അതിലേക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമ്മളുടെ ഈ ഓപ്പർച്യൂണിറ്റി, അതായത് HSST കമ്പ്യൂട്ടർ സയൻസ് എക്സാമിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് നിങ്ങൾ ഓൾറെഡി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഈ കുറച്ചുകൂടി ആ പ്രിപ്പറേഷൻസിനെ ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കോമ്പറ്റേറ്റീവ് ക്രാക്കറിൽ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാം. ഈ ബാച്ചസിൽ നമുക്ക് ഇത്രയും സർവീസസ് അവൈലബിൾ ആണ്. അപ്പോൾ ഈ ബാച്ചിൽ നമുക്ക് ഈ ലേറ്റസ്റ്റ് സിലബസിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാ ക്ലാസ്സസും അവൈലബിൾ ആണ്. അതേപോലെ തന്നെ ലൈവ് സെഷൻസ് ഉണ്ട്. ആ സിലബസ് എല്ലാം കവർ ചെയ്യുന്ന രീതിയിലാണ് ഇതിലുള്ള ക്ലാസ്സസ് നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഫാക്കൽറ്റീസ് ആണ് ഇത് ഹാൻഡിൽ ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മളുടെ ഈ ബാച്ചിൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അവൈലബിൾ ആണ്. അത് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ലൈവ് ക്ലാസ്സസ് ഉണ്ട്. ടെക്നിക്കലി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് ഇതുപോലെ ഈ ഒരു നമ്പറിലേക്ക്
കോൺടാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിൻ്റെ എല്ലാ ഡൗട്ട്സും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാനായിട്ട് പറ്റും. അതേപോലെ തന്നെ ഇതുപോലത്തുള്ള വീഡിയോസ് നമ്മുടെ ബാച്ചസിൽ അവൈലബിൾ ആണ്. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് നിങ്ങൾക്ക് അവൈലബിൾ ആകും. അതേപോലെ തന്നെ നമുക്ക് മെൻറ്റേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഇതിൽ ഏറ്റവും നല്ല ടെക്നിക്കൽ സപ്പോർട്ട് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ ഒട്ടും വൈകിക്കേണ്ട, എല്ലാവരും തന്നെ പുതിയ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യുക. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ഇതിൽ കാണിച്ചിട്ടുള്ള നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി. ഓക്കെ, താങ്ക് യു.